ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരിക്കൽ നിർത്തിവെച്ച് നമ്മുടെ ഇൻഡിവിജ്വൽ ടോക്ക് വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. സർ ഇത്തവണ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിഷയങ്ങളാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയത് ഹൗ ഡസ് ബീയിങ് എൻ അത്ലീറ്റ് മേക്ക് എ ബെറ്റർ പേഴ്സൺ. ഒരു കായികാഭ്യാസിയാകുന്നത് എങ്ങനെയാണ് നമ്മളൊരു മെച്ചപ്പെട്ട വ്യക്തിയാകുവാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ടോപ്പിക്ക്. ഞാനിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പലരുടെയും വിചാരം സ്പോർട്സ് എന്നത് കുട്ടികളിൽ ശ്രദ്ധ തെറ്റിക്കുന്ന അല്ലെങ്കിൽ സമയം പാഴാക്കുന്ന ഒന്നാണെന്നാണ് വിചാരം, അല്ലെങ്കിൽ പലരും അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ അത് തെറ്റാണ്. അത് നേരെ അതിന് വിപരീതമാണ്. ഒരു കായിക താരമാകുന്നതോടൊപ്പം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. മാനസികമായും ശാരീരികമായും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. ഇപ്പോൾ ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാനൊരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആണല്ലോ. എനിക്ക് ടേബിൾ ടെന്നീസ് എന്ന സ്പോർട്ടിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ക്വാളിറ്റീസ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പോൾ ഞാൻ ഒരുപാട് ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ്സ് പോയിട്ടുണ്ട്. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായിട്ട് അറിയാം. അത് എനിക്കെന്ന് മാത്രമല്ല, ഏതൊരു കായിക താരത്തിനും അത് സാധിക്കും. കാരണം ഒരു കായിക താരം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കാണുന്നതാണ്. ആ എല്ലാവരുടെയും സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം അല്ലെങ്കിൽ സംസാര രീതി അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഒന്നല്ല, സെയിം അല്ല എല്ലാവരുടെയും. അതുകൊണ്ട് ഒരു കായിക താരം അത്രയും അധികം വ്യത്യസ്തതയുള്ള ആൾക്കാരെ കാണുമ്പോൾ ആ ആൾക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഞാനൊരു കായിക താരമല്ല എന്ന് കരുതുക. എനിക്ക് ചിലപ്പോൾ ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലായിരിക്കാം. എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് നമുക്ക് അറിയാതെ വരാം. അതൊന്ന്. പിന്നെ ടീം വർക്കിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. ഒന്ന്, സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സ്. അതായത് ഒരു ടീമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ നടത്തേണ്ടി വരും. ഒരിക്കലും ഒരു ടീമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന് നടത്തുവാൻ സാധിക്കില്ല. നമ്മുടെ ഇഷ്ടത്തിന് നടത്തണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ടീമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ടീമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ നടത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കായിക താരമാകുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ചകൾ നടത്താൻ, ത്യാഗങ്ങൾ നടത്താൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകും. നമുക്ക് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് ത്യാഗങ്ങൾ ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ത്യാഗങ്ങൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കായിക താരത്തിന് ഒരു ത്യാഗം ചെയ്യാനോ ഒരു വിട്ടുവീഴ്ച നടത്താനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം ആൾക്ക് തൻ്റെ സ്പോർട്ടിലൂടെ ആൾക്ക് ആ ത്യാഗങ്ങൾ ചെയ്ത് ശീലമുണ്ട്. ഇപ്പോൾ ഒരു കായിക താരമല്ലെങ്കിൽ ഒരു ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ ആളപ്പോൾ തകർന്നു പോകും. ഒരു കാര്യം നടക്കാതെ പോകുമ്പോൾ തകർന്നു പോകും. ഒരു തോൽവി നേരിടുമ്പോൾ തകർന്നു പോവാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കായിക താരമാകുമ്പോൾ നമ്മുടെ മനക്കരുത്ത് കൂടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ലഭിച്ച ഗുണം എന്ന് പറയുന്നത്, മറ്റുള്ളവരിൽ നെഗറ്റീവ്സ് അധികം കാണാതെ പോസിറ്റീവ്സ് കാണാൻ സാധിക്കും. ഒരു കായിക താരത്തിന് തൻ്റെ ടീംമേറ്റ്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ടീംമേറ്റ്സുമൊത്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ നെഗറ്റീവ്സ് കൂടുതൽ കാണാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. സ്പോർട്സിൽ ഒരു കായിക താരമാകുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ്സ് കാണാനാണ് ശ്രമിക്കുക. നമ്മുടെ കോച്ചും പാരൻസും എല്ലാം അതാണ് പറഞ്ഞു തരിക. അപ്പോൾ നമ്മളങ്ങനെ പോസിറ്റീവ്സ് കണ്ട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിലും അതുപോലെയുള്ള ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഇയാൾ വന്നു, ഇയാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊന്നും നമുക്ക് വിചാരിക്കേണ്ട കാര്യം വരില്ല. നമുക്ക് എങ്ങനെ ആളെ ഹാൻഡിൽ ചെയ്യാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അത് 3. 4 എന്ന് പറയുന്നത്, ഒരു കായിക താരം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുണ്ടാവുക തോൽവികളായിരിക്കും. അതുകൊണ്ട് ഒരുപാട് തോൽവികൾ നേരിട്ടിട്ടുള്ള ഒരു കായിക താരത്തിന് തൻ്റെ ജീവിതത്തിൽ തോൽവികളോ തകർച്ചകളോ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഒരു കായിക താരമല്ലാത്ത ഒരാൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാം. പക്ഷേ
ചാൻസ് കുറവായിരിക്കും. കൂടുതൽ മനക്കരുത്ത് ഒരു കായിക താരത്തിനായിരിക്കും. അതുകൊണ്ട് ഒരു കായിക താരമാകുമ്പോൾ നമുക്ക് വീണ്ടും മനക്കരുത്ത് കൂടും. നമുക്ക് തോൽവികളെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. വിജയങ്ങളിൽ ഓവറായിട്ട് ആഹ്ലാദിക്കാതിരിക്കാനുള്ള കഴിവ് ലഭിക്കും. കാരണം ഒരു കായിക താരം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എപ്പോഴും തോറ്റുകൊണ്ടിരിക്കില്ല, ഒരിക്കലും എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കില്ല. ജയവും തോൽവിയും മാറി മാറിയാണ് വരിക. അതുകൊണ്ട് ജയത്തിനെയും തോൽവിയെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഒരു കായിക താരത്തിന് കൃത്യമായിട്ട് മനസ്സിലാകും. ജയവും തോൽവിയും സ്പോർട്സിൽ മാത്രമല്ലല്ലോ ഉള്ളത്, നമ്മുടെ ജീവിതത്തിലും ഉണ്ടല്ലോ ജയവും തോൽവിയും. അതുകൊണ്ട് ഒരു കായിക താരത്തിന് അത് കൃത്യമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാകും. 5 എന്ന് പറയുന്നത് ഒരു കായിക താരത്തിന് തൻ്റെ ജീവിതത്തിൽ പ്രഷർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിനുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഒരു കായിക താരം എന്തായാലും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെയിൻ അനുഭവിച്ചിട്ടുണ്ടാകും. അതായത് തൻ്റെ കായിക ഇനത്തിൽ ഒരുപാട് സ്ട്രെയിൻ അനുഭവിച്ചിട്ടുണ്ടാകും, ഒരുപാട് പ്രഷർ അനുഭവിച്ചിട്ടുണ്ടാകും, ഒരുപാട് പ്രഷർ സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ആൾക്ക് തൻ്റെ ജീവിതത്തിൽ അതുപോലൊരു സാഹചര്യം വരുമ്പോൾ ആ ആൾക്ക് ആ സാഹചര്യം ഒരു പുതിയ സിറ്റുവേഷനായിട്ട് തോന്നില്ല. ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഞാൻ മുമ്പ് തരണം ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. അതായത് സ്പോർട്സിൽ അതുപോലെയുള്ള പ്രഷർ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡിപ്രസ്ഡ് ആവാതെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതേസമയം കായിക താരം അല്ലെങ്കിൽ അതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ദൈവമേ പെട്ടല്ലോ, ദൈവമേ തീർന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ വിചാരിച്ചിരിക്കാൻ സാധ്യത. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ ആയിരിക്കാം. ഒരു കായിക താരത്തിന് എന്തായാലും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഗുണം പ്രത്യേകിച്ച് ഈ ഗുണം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എനിക്ക് പ്രഷർ സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്ക് തരണം ചെയ്യാനുള്ള കരുത്തുണ്ട്, അതിലൂടെ കടന്നു പോകാനുള്ള കരുത്തുണ്ട്. ഇതെല്ലാം ലഭിച്ചത് സ്പോർട്സിലൂടെയാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് മനസ്സിലായ ഗുണങ്ങൾ. സ്പോർട്സിന് മാനസികമായ ഗുണങ്ങൾ മാത്രമല്ല, ശാരീരികമായ ഇതിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ടോപ്പിക്കിൽ എൻ്റെ വ്യക്തിത്വം എങ്ങനെ ഇമ്പ്രൂവ് ആവും, എങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ സാധിക്കും, അതാണ് എൻ്റെ ടോപ്പിക്ക്. അതുകൊണ്ട് ഞാൻ ശാരീരിക ഗുണങ്ങളിലേക്ക് അധികം പോകാഞ്ഞതാണ്. ശാരീരികമായ ഒരുപാട് ഗുണങ്ങളുണ്ട് സ്പോർട്സിന്. അതുകൊണ്ട് സ്പോർട്സ് എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകേണ്ട ഒരു ഘടകം തന്നെയാണ്. കാരണം സ്പോർട്സിലൂടെ ഞാനീ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളും ഞാൻ പറയാത്തതുമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ പോലും അറിയാതെയായിരിക്കും നമ്മളൊരു മേഖലയിൽ ഇമ്പ്രൂവ് ആകുന്നത്. അതുകൊണ്ട് സ്പോർട്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.